നിലമ്പൂരിൽ മത്സര ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഗോദയിൽ 10 പേരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. PV അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിക്കുകയും ചെയ്തു. PV അൻവറിന്റെ അപരനായിരുന്ന അൻവർ സാദത്ത് പിന്മാറുകയായിരുന്നു. SDPIയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറുകയുണ്ടായി. ഇതിനെ തുടർന്ന് അൻവർ മത്സര രംഗത്ത് തുടരുമെന്ന് വ്യക്തമാവുകയും ചെയ്തു. സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് കത്രിക ചിഹ്നം അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി. അൻവർ മുമ്പ് മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ഇക്കുറി കിട്ടുകയും ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായി ഓട്ടോറിക്ഷ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് അൻവറിന് കത്രിക ചിഹ്നം കൂടുതലും കിട്ടിയത്. അൻവർ 2 പത്രികയാണ് പ്രധാനമായിട്ടും സമർപ്പിച്ചിരുന്നത്. ഒന്ന് TMC സ്ഥാനാർത്ഥിയായി പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്നെന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുമായിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തൃണമൂലിന് വേണ്ടി അൻവർ സമർപ്പിച്ച പത്രിക തള്ളുകയും ചെയ്തിരുന്നു. UDF സ്ഥാനാർത്ഥി ആര്യനാടൻ ഷൗക്കത്ത്, LDF സ്ഥാനാർത്ഥി M സ്വരാജ്, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, PV അൻവർ എന്നിവർ തമ്മിലായിരുന്നു കൂടുതലും മുഖ്യ മത്സരം.